നമ്മുടെ ഹൃദയമിടിപ്പുകളേക്കാൾ നമ്മളോട് ചേർന്ന് നിൽക്കുന്ന ഒരു ശക്തിയുണ്ട്. ആ ശക്തിയെയാണ് നാം അള്ളാഹു എന്ന് വിളിക്കുന്നത്. ഈ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ച ആ ശക്തിയെ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ കഴിയും? അതിനുള്ള വഴിയാണ് അള്ളാഹു തന്നെ നമുക്ക് നൽകിയിട്ടുള്ളത്. അവൻ്റെ മനോഹരമായ നാമങ്ങളിലൂടെ അസ്മാ ഉൽ ഹുസ്ന, ദ ബ്യൂട്ടിഫുൾ 99 നെയിംസ് ഓഫ് അള്ളാഹ്. ഇവ ഓരോന്നും വെറുതെ ഓരോ പേരുകളല്ല. ഇവ ഓരോന്നും അള്ളാഹുവിൻ്റെ ശക്തിയുടെ, അള്ളാഹുവിൻ്റെ അറിവിൻ്റെ, അവൻ്റെ കാരുണ്യത്തിൻ്റെ ഓരോരോ വാതിലുകളാണ്. നമ്മുടെ ഓരോ പ്രശ്നങ്ങൾക്കുമുള്ള മറുപടിയാണ് ഓരോ പേരുകളും. ഈ നാമങ്ങളെ നമ്മുടെ ജീവിതവുമായി, നമ്മുടെ വേദനകളുമായി, നമ്മുടെ സന്തോഷങ്ങളുമായി ആ നാമങ്ങളെ എങ്ങനെ കണക്ട് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. നമ്മൾ ആദ്യം മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് ഏറ്റവും കൂടുതൽ ആവർത്തിക്കപ്പെട്ട, ഏറ്റവും കൂടുതൽ പ്രധാനപ്പെട്ട 2 നാമങ്ങളെയാണ്, അർ-റഹ്മാൻ, അർ-റഹീം. റഹ്മാൻ എന്ന് പറയുന്നത് അവൻ്റെ കാരുണ്യം ഈ ലോകത്തിന് എല്ലാത്തിനും വേണ്ടിയുള്ളതാണ്. വിശ്വസിച്ചവനും വിശ്വസിക്കാത്തവനും, പക്ഷികൾക്കും മൃഗങ്ങൾക്കും സസ്യങ്ങൾക്കും ഈ പ്രപഞ്ചത്തിലെ ഓരോ ആറ്റങ്ങൾക്ക് വരെ ഉള്ളതാണ്. നാം ശ്വസിക്കുന്ന വായു, നാം കുടിക്കുന്ന വെള്ളം, നാം കഴിക്കുന്ന ഭക്ഷണം, നാം ധരിക്കുന്ന വസ്ത്രം, ഈ ലോകത്ത് നമ്മൾ എന്തെല്ലാം നന്മ അനുഭവിക്കുന്നുണ്ടോ ഇതെല്ലാം അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൻ്റെ ഭാഗമാണ്. എന്നാൽ അർ-റഹീം എന്നത് അവനെ വിശ്വസിക്കുകയും അവനിലേക്ക് മടങ്ങുകയും ചെയ്ത വിശ്വാസികൾക്ക് പരലോകത്ത് അവൻ ഒരുക്കി വെച്ചിരിക്കുന്ന കാരുണ്യമാണ്. ഈ 2 നാമങ്ങളെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനായിട്ട് ഖുർആനിലെ ഒരു കഥ പറയാം. യൂനസ് നബി അലൈഹിസ്സലാം അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം ഒരു ജനതയെ സത്യത്തിലേക്ക് ക്ഷണിക്കാൻ കൽപ്പിക്കപ്പെട്ട പ്രവാചകൻ. യൂനസ് നബി അലൈഹിസ്സലാം ഒരു ജനതയെ സത്യത്തിലേക്ക് ക്ഷണിക്കാൻ നിയോഗിക്കപ്പെട്ട പ്രവാചകൻ. പക്ഷേ തൻ്റെ ജനത മുഴുവനും അദ്ദേഹത്തെ കളിയാക്കുകയും നിഷേധിക്കുകയും ചെയ്തു. ഒരുപാട് കാലം യൂനസ് നബി അലൈഹിസ്സലാം ക്ഷമിച്ചു. കാലം കുറേ കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് വിഷമവും നിരാശയും ഏറി. മതിയായി എന്ന് തോന്നി ഈ ജോലി. അള്ളാഹു പറഞ്ഞ ദൗത്യം പൂർത്തിയാക്കാതെ, അള്ളാഹുവിനോട് ഒരു അനുവാദം പോലും ചോദിക്കാതെ അദ്ദേഹം ആ നാട്ടിൽ നിന്നും യാത്ര പുറപ്പെട്ടു. അദ്ദേഹം ഒരു കപ്പലിൽ കയറി. കപ്പലിൽ യാത്ര പോയിക്കൊണ്ടിരിക്കെ നടുകടലിൽ വെച്ച് കപ്പൽ ഒരു കൊടുങ്കാറ്റിൽപ്പെട്ടു. കപ്പലിലെ ഭാരം കുറച്ചില്ലെങ്കിൽ കപ്പലിലുള്ള എല്ലാവരും മുങ്ങിപ്പോകുമെന്ന അഭിപ്രായത്തിൽ നറുക്കെടുപ്പിലൂടെ നറുക്കെടുത്ത് കിട്ടുന്ന ആളെ കപ്പലിൽ നിന്ന് പുറത്താക്കാമെന്ന അഭിപ്രായം വന്നു. 3 പ്രാവശ്യവും നറുക്കെടുപ്പ് നടത്തി. 3 പ്രാവശ്യവും വന്നത് യൂനസ് നബി അലൈഹിസ്സലാമിൻ്റെ പേര്. അള്ളാഹുവിൻ്റെ ശിക്ഷ തന്നെ പിടികൂടിയിരിക്കുന്നു എന്ന് യൂനസ് നബിക്ക് മനസ്സിലായി. കപ്പലിലുള്ള എല്ലാവരും യൂനസ് നബിയെ ആർത്തട്ടഹസിക്കുന്ന നടുകടലിലേക്ക് എറിഞ്ഞു. ഒന്ന് ആലോചിച്ച് നോക്കണേ, ആ നിമിഷം നടുകടല്, കൂരാക്കൂരിരുട്ട്, ചുറ്റും ആരും സഹായിക്കാനില്ലാത്ത അവസ്ഥ. ആ നിമിഷം തന്നെ അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം ഒരു കൂറ്റൻ മത്സ്യം വന്ന് യൂനസ് നബി അലൈഹിസ്സലാമിനെ വിഴുങ്ങുന്നത്. നടുകടലിലെ അടിത്തട്ട് പോരാത്തതിന് കൂറ്റമായ മത്സ്യത്തിൻ്റെ വയറിലിരുട്ടും. പ്രതീക്ഷയുടെ ഒരു കണിക പോലുമില്ലാത്ത നിമിഷം. ലോകവുമായുള്ള എല്ലാ ബന്ധവും അവസാനിച്ച നിമിഷം. നമ്മുടെ ജീവിതത്തിലും ഇത്തരം നിമിഷങ്ങൾ വരാറില്ലേ? വലിയ വലിയ രോഗങ്ങൾ നമ്മുടെ ജീവിതത്തെ കാർന്നു തിന്നുന്നത് കാണുമ്പോൾ, വലിയ വലിയ സാമ്പത്തിക പ്രയാസങ്ങൾ നമ്മളെ വിഴുങ്ങുന്നതായി തോന്നുമ്പോൾ, നമ്മുടെ പ്രിയപ്പെട്ടവരുടെയും ഉറ്റവരുടെയും വേർപാടുകൾ നമ്മളെ ഇല്ലാതാക്കുമ്പോൾ, ഭാവിയെക്കുറിച്ചുള്ള ഉത്കണ്ഠകൾ നമ്മളെ ശ്വാസം മുട്ടിക്കുമ്പോൾ, ഒരു കണക്കിന് നമ്മളും നടുകടലിൻ്റെ ഏറ്റവും അടിത്തട്ടിലാണ്. അള്ളാഹുവിൻ്റെ ശിക്ഷ തന്നെ പിടികൂടിയെന്ന് മനസ്സിലാക്കിയ യൂനസ് നബി അലൈഹിസ്സലാം ആ കൂരാക്കൂര് ഇരുട്ടിൽ ഇരുന്ന് അള്ളാഹുവിനോട് ദുആ ചെയ്തു. എന്താണ് യൂനസ് നബി അലൈഹിസ്സലാം ദുആ ചെയ്തത്? ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. അതെ, വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിരിക്കുന്ന ദുആകളിൽ ഏറ്റവും മനോഹരമായ പ്രാർത്ഥനകളിൽ ഒന്ന്. നീയല്ലാതെ ആരാധനയ്ക്ക് അർഹൻ മറ്റാരുമില്ല അല്ലാ, തീർച്ചയായും ഞാൻ അക്രമികളിൽ പെട്ടുപോയിരിക്കുന്നു. ആ ഒരു ദുആ അദ്ദേഹം ആവർത്തിച്ച് ചൊല്ലിക്കൊണ്ടേയിരുന്നു. രാവെന്നോ പകലെന്നോ തിരിച്ചറിയാൻ പറ്റാത്ത ആ മത്സ്യത്തിൻ്റെ വയറ്റിൽ കിടന്ന് ആവർത്തിച്ച് ചൊല്ലിക്കൊണ്ടേയിരുന്നു. ആ പ്രാർത്ഥനയിൽ അദ്ദേഹം എന്നോട് പൊറുക്കണേ അല്ലാ എന്ന് പോലും ആവശ്യപ്പെട്ടില്ല, എന്നെ രക്ഷിക്കണേ അല്ലാ എന്നും ആവശ്യപ്പെട്ടില്ല. അദ്ദേഹം ചെയ്തത് 2 കാര്യങ്ങളാണ്. ഒന്ന്, അള്ളാഹുവിൻ്റെ ഏകത്വത്തെ ഏറ്റേറ്റ് പറഞ്ഞു. 2, തൻ്റെ തെറ്റിനെ ഏറ്റുപറഞ്ഞു. അവിടെയാണ് അള്ളാഹുവിൻ്റെ അർ-റഹ്മാൻ എന്ന നാമത്തിൻ്റെ വരവ്. അള്ളാഹു പറയുന്നു, അദ്ദേഹത്തിന് ഞാൻ എൻ്റെ കാരുണ്യം ഇറക്കി കൊടുക്കുകയും അദ്ദേഹത്തിൻ്റെ ദുഃഖം നീക്കി കൊടുക്കുകയും ചെയ്തു. സത്യവിശ്വാസികളെ അപ്രകാരം നാം രക്ഷിക്കുന്നു. കടലിൻ്റെ
ഭീകരതയിൽ നിന്ന്, നടുകടലിൻ്റെ ഏറ്റവും അടിത്തട്ടിൽ നിന്ന്, മത്സ്യത്തിൻ്റെ വയറ്റിൽ നിന്ന് വെറും ഒരു മനുഷ്യൻ്റെ ദുആ കേൾക്കാൻ കഴിവുള്ളവനാണ് അള്ളാഹു. അതാണ് അള്ളാഹുവിൻ്റെ റഹ്മത്ത്. ആ പ്രാർത്ഥന കേൾക്കുക മാത്രമല്ല, ആ പ്രാർത്ഥനയ്ക്ക് അള്ളാഹു ഉത്തരം നൽകി ആ നടുകടലിൽ നിന്നും അദ്ദേഹത്തെ രക്ഷപ്പെടുത്തി. അതാണ് നാം മനസ്സിലാക്കേണ്ടത്. നമ്മുടെ ജീവിതത്തിൽ നാം എത്ര വലിയ ഇരുട്ടിൽ അകപ്പെട്ട് കിടക്കുകയാണെങ്കിലും, എത്ര വലിയ പ്രതിസന്ധിയിൽ പ്രശ്നത്തിൽ അകപ്പെട്ട് കിടക്കുകയാണെങ്കിലും, നാം നമ്മുടെ തെറ്റുകൾ ഏറ്റുപറഞ്ഞ് അള്ളാഹുവിനോട് ദുആ ചെയ്യുക. റഹ്മാനായ അള്ളാഹു ഉണ്ട് നമ്മളെ ആ ദുഃഖത്തിൽ നിന്ന് കയറ്റുവാനും ആ പ്രതിസന്ധിയിൽ നിന്ന് കരകയറ്റുവാനും റഹീമായ അള്ളാഹു ഉണ്ട്. നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ, നമ്മുടെ ജീവിതത്തിലെ പ്രയാസങ്ങൾ, വിഷമങ്ങൾ, ആരോടും പറയാൻ പറ്റാത്ത വിഷമങ്ങൾ എല്ലാം കേൾക്കുന്നവനും എല്ലാം മാറ്റിത്തരാൻ കഴിവുള്ളവനുമാണ് അള്ളാഹു. പക്ഷേ നമ്മൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: അള്ളാഹുവിനെ വിളിക്കുക, യാ റഹ്മാൻ യാ റഹീം എന്ന് മനസ്സിൽ തട്ടി വിളിക്കുക. ആ റബ്ബ് നമുക്ക് ഉത്തരം നൽകാതിരിക്കുകയില്ല. അള്ളാഹുവിൻ്റെ കാരുണ്യം ഒരു കടല് പോലെയാണ്. നമ്മുടെ പാപങ്ങളും ആവശ്യങ്ങളും ഒരു കല്ല് പോലെയാണ്. അള്ളാഹുവിൻ്റെ കാരുണ്യം കൊണ്ട് ഈ ലോകത്ത് നടക്കാത്തതായി ഒന്നുമില്ല. റഹ്മാനും റഹീമുമായ അള്ളാഹുവിനെ വിളിച്ച് ദുആ ചെയ്യണം.